വൈദിക കാലത്ത് എല്ലാമായിരുന്നവർ വാസ്തു, ശില്പ, കല, ശാസ്ത്ര നിപുണർ, സൃഷ്ടികർമ്മങ്ങളുടെ ഉപജ്ഞാതാക്കൾ. ഇന്ന് കാണുന്ന മാനവ സംസ്കാരം സൃഷ്ടികർമ്മങ്ങളിലൂടെ കെട്ടിപ്പടുത്തവർ. രാജകൊട്ടാരങ്ങളും കോട്ടകൊത്തളങ്ങളും സിംഹാസനങ്ങളും കിരീടങ്ങളും ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ആടയാഭരണങ്ങളും ദന്തദാരുശില്പങ്ങളും നിർമ്മിച്ചവർ. കൃഷിയായുധങ്ങളും പടക്കോപ്പുകളും രഥങ്ങളും പല്ലക്കുകളും വാഹനങ്ങളും വള്ളങ്ങളും പായ്ക്കപ്പലുകളും പള്ളിയോടങ്ങളും വിമാനങ്ങളും നിർമ്മിച്ചവർ. ഗുഹകളിൽ ചിത്രശില്പങ്ങളും ചിത്രലിപികളും കൊത്തിവെച്ചവർ. വിഗ്രഹങ്ങളുണ്ടാക്കി അവയ്ക്ക് ചൈതന്യം പകർന്നവർ. നഗര സംവിധാനങ്ങളും പഴയ ഭരണ സമ്പ്രദായവും പഞ്ചവേദ സൂത്രങ്ങളും സൃഷ്ടിച്ച് എല്ലാ നിർമ്മിതികളുടെയും ശാസ്ത്ര സാങ്കേതിക തത്വങ്ങൾ സൂത്രങ്ങളാക്കി മനഃപ്പാഠമാക്കിയിരുന്നവർ. മന്ത്രം ജപിച്ച് കർമ്മങ്ങൾ ചെയ്ത് പൗരോഹിത്യസ്ഥാനം വഹിച്ചിരുന്നവർ. പല രാജ്യങ്ങളും ഭരിച്ചിരുന്നവർ. വിശ്വബ്രഹ്മവംശ ചരിത്രം ക്രിസ്തുവിന് നിരവധി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മുതൽ തുടങ്ങുന്നു. ക്രിസ്തുവിന് ശേഷം 2010 ഇപ്പോൾ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വബ്രഹ്മവംശത്തെപ്പറ്റി അറിയാൻ ഏകദേശം 5000 വർഷങ്ങൾ പിറകിലേക്ക് മനസ്സിനെ നമുക്ക് തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. അതായത് ദ്വാപരയുഗത്തിലേക്ക്. ആ പഴയകാലത്ത് സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഉൾക്കൊള്ളുന്ന ഭാരതത്തിന്റെ വടക്കു പടിഞ്ഞാറ് പ്രദേശത്തെ സപ്തസിന്ധു എന്ന് വിളിച്ചിരുന്നു. സിന്ധു നദിയോടൊപ്പം സരസ്വതി എന്നൊരു നദി കൂടി അവിടെ ഒഴുകിയിരുന്നു. ഒരു സംസ്കാരത്തോടൊപ്പം നിരവധി ചരിത്ര കഥകൾ മണ്ണിൽ ലയിപ്പിച്ചുകൊണ്ട് ആ നദി ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായി. ഇന്ന് സരസ്വതി നദി ഇല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സരസ്വതി നദീതീരങ്ങളിലും സപ്തസിന്ധുവിന്റെ മറ്റു ഭാഗങ്ങളിലുമായി ഒരു കൂട്ടം ജനങ്ങൾ വസിച്ചിരുന്നു. അവർ ജ്ഞാനികളും ശാസ്ത്രജ്ഞരും കലാകാരന്മാരും ലോകോത്തരമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളുമായിരുന്നു. 1922 പുരാവസ്തു ഗവേഷകർ മോഹൻജദാരോ, ഹാരപ്പ എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഭൂഖനനത്തിലൂടെ ഈ പഴയ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. അവിടെ നിലനിന്നിരുന്ന സംസ്കാരത്തെ സിന്ധു നദിയുടെ സംസ്കാരമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് സപ്തസിന്ധു പ്രദേശത്ത് നിലനിന്നിരുന്നത്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സപ്തസിന്ധുവിൽ നിലനിന്ന സംസ്കാരത്തെ ദ്രാവിഡ സംസ്കാരമെന്ന് പിൽക്കാലത്ത് പേരിട്ടു. ആ ജനതയെ ദ്രാവിഡരെന്നും. പ്രസ്തുത വിഭാഗത്തിന്റെ വടക്കുഭാഗം ഇന്ന് പഞ്ചാബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നല്ലൊരു ഭാഗം ഇപ്പോൾ പാകിസ്ഥാനിലുമാണ്. വൈദിക കാലഘട്ടത്തിന്റെ വക്താക്കളും സിന്ധു നദിയുടെ പരിഷ്കാരത്തിന്റെ ശില്പികളുമായിരുന്ന ഈ ദ്രാവിഡ ഗോത്രക്കാരായ അത്ഭുത ജനസമൂഹത്തെപ്പറ്റി ചരിത്രകാരന്മാർ വളരെ വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ വിശ്വാസം, ആചാരമര്യാദകൾ, തൊഴിൽ വൈദഗ്ധ്യം, ശാസ്ത്രജ്ഞാനം, കലാഭിരുചി, ഭരണരീതി എന്നിവ സൂചിപ്പിക്കുന്നത് അവർ വിശ്വബ്രഹ്മവംശത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ്. ഇവർ പിന്നീട് ഒരു പ്രത്യേക സാംസ്കാരിക പൈതൃകമുള്ള വിശ്വകർമ്മജർ ആയി അറിയപ്പെട്ടു. ജാതി വ്യവസ്ഥയോ വർണ്ണവ്യവസ്ഥയോ അന്നുണ്ടായിരുന്നില്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സപ്തസിന്ധുവിൽ വസിച്ചിരുന്ന ഈ വൈദിക ജനസമൂഹത്തിന് വിശ്വാസങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഒരു തത്വസംഹിത ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ തത്വചിന്താപരമായ ഒരു വീക്ഷണത്തിൽ കൂടിയാണ് അവർ ദർശിച്ചിരുന്നത്. അവരുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും ആധാരമായിരുന്നത് വേദസംഹിതകൾ എന്നറിയപ്പെടുന്ന സൂക്തങ്ങളുടെ സമാഹാരമായിരുന്നു. എല്ലാ ജീവിതക്രമത്തിലും വേദസംഹിതകൾ അവരുടെ ജീവിതത്തെ സ്വാധീനമാക്കിയിരുന്നു. ഈ കാലഘട്ടത്തെ വൈദിക കാലഘട്ടം എന്ന് വിളിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ അധിപനും സൃഷ്ടാവും വിശ്വബ്രഹ്മം എന്ന ശക്തിയാണ്. പ്രപഞ്ച സൃഷ്ടി മുഴുവൻ ഈ വിരാട് വിശ്വബ്രഹ്മത്തിൽ അന്തർലീനമായിരിക്കുന്നു. വിരാട് എന്നതിനർത്ഥം എങ്ങും നിറഞ്ഞ് ഏകകാരണമായിരിക്കുന്ന ശക്തി എന്നാണ്. പ്രപഞ്ച കാരണമായ അനന്തമായ ബ്രഹ്മാണ്ടത്തെ പരബ്രഹ്മമായും സൃഷ്ടികൾക്ക് കാരണമായ ബ്രഹ്മാണ്ഡ ശക്തിയെ വിശ്വബ്രഹ്മാവായും വിശ്വകർമാവായും സങ്കല്പിച്ചിരുന്നു. ഈ അടിയുറച്ച വിശ്വാസം വച്ച് പുലർത്തിയിരുന്ന വിശ്വബ്രഹ്മ വംശജരുടെ പിന്തുടർമ്മക്കാരാണ് വിശ്വകർമ്മജർ. സപ്തസിന്ധു മുഴുവൻ നിറഞ്ഞു ജീവിച്ചിരുന്ന ഈ ജനവിഭാഗം കോട്ടകൾ നിർമ്മിച്ച് അതിനുള്ളിൽ സുരക്ഷിതമായ ഗോത്ര സമൂഹങ്ങളായി കഴിഞ്ഞു. ഈ ജനവിഭാഗത്തിന് പുറമെ തദ്ദേശീയരായ മറ്റു ഗോത്രക്കാരും ആ പ്രദേശത്ത് അധിവസിച്ചിരുന്നതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. അവർ ദ്രാവിഡ ഗോത്രക്കാരേക്കാൾ വെളുത്തവരായിരുന്നു. കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു ഇവരുടെ പ്രധാന തൊഴിൽ. എന്നാൽ ശാസ്ത്രം, സാഹിത്യം, കലകൾ തുടങ്ങിയവയിലെല്ലാം ദ്രാവിഡ ഗോത്രക്കാർ വളരെ മികച്ചവരായിരുന്നു. ശ്രീ എടയപ്പുറം രവീന്ദ്രൻ പുനരാഖ്യാനം നടത്തിയ വിശ്വബ്രഹ്മ പുരാണം 54-ാം പേജിൽ പറയുന്നത് വിശ്വബ്രഹ്മാവിൽ നിന്നും ഉണ്ടായ പഞ്ച ഋഷിമാരുടെ പിന്തുടർച്ചക്കാരാണ് വിശ്വബ്രഹ്മ വംശജർ അഥവാ വിശ്വകർമ്മജർ എന്നാണ്. വിശ്വബ്രഹ്മ വംശത്തിലെ മനു, മയ, തൊഷ്ട, ശില്പി, വിശ്വജ്ഞ എന്നീ പഞ്ചബ്രഹ്മാക്കളുടെ വിഭാഗക്കാർക്ക് 25 ഗോത്രങ്ങൾ വീതം ആകെ 125 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. സൂത്രങ്ങൾ 5, വേദശാഖകൾ 5, പ്രവരങ്ങൾ 5 എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വൈദിക കാലത്ത് ഈ വിശ്വബ്രഹ്മ വംശജർ അഥവാ വിശ്വകർമ്മജർ സൃഷ്ടിപരമായ കാര്യങ്ങൾ കൂടാതെ വേദാഭ്യസനവും പൗരോഹിത്യ കർമ്മങ്ങളും ചെയ്തിരുന്നു. 5 വേദങ്ങളാണ് ഉണ്ടായിരുന്നത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പ്രണവവേദം എന്നിങ്ങനെ. ഈ 5 വേദങ്ങളും പഞ്ചജനങ്ങളായ വിശ്വകർമ്മജരിലെ 5 വിഭാഗക്കാർക്ക് പ്രത്യേകം അവകാശപ്പെട്ടതായിരുന്നു. നാടിന്റെ പൊതുവായ അഭിവൃദ്ധിക്ക് വേണ്ടി ധാരാളം മഴ പെയ്യുന്നതിനും സമൃദ്ധമായ വിളവുണ്ടാക്കുന്നതിനും
നല്ല കന്നുകാലികൾ ലഭിക്കുന്നതിനും വേണ്ടി ഇന്ദ്രനും അഗ്നിക്കും വരുണനുമെല്ലാം യാഗങ്ങൾ നടത്തിയിരുന്നു. പ്രപഞ്ച ശക്തികളെ ദേവന്മാരും ദേവതമാരുമായി സങ്കല്പിച്ചുള്ള ആരാധന വളരെ മുമ്പ് തന്നെ ഉടലെടുത്തിരുന്നു. യാഗാദി കർമ്മങ്ങൾ നടത്തിയിരുന്നത് വിശ്വബ്രഹ്മ വംശക്കാരായിരുന്നു. ലോക ഉൽപ്പത്തി മുതൽ ലോക സംരക്ഷണം ചെയ്തു വന്ന വിശ്വബ്രഹ്മ വംശജരിൽ നിന്നും വേദങ്ങളും ശാസ്ത്രങ്ങളും മറ്റു വിഭാഗങ്ങളിലേക്ക് പകർന്നതായി ചരിത്രരേഖകളിൽ കാണുന്നു. പഞ്ചവേദങ്ങളും 6 ശാസ്ത്രങ്ങളും കാലാന്തരത്തിലുണ്ടായ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളുമെല്ലാം വിശ്വകർമ്മജരുടെ മഹനീയ സ്ഥാനങ്ങളെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്നുണ്ട്. ഈ മഹത്വം വിശ്വകർമ്മജർ മനസ്സിലാക്കേണ്ടതും തലമുറകളെ ബോധവൽക്കരിക്കേണ്ടതും വിശ്വകർമ്മജരുടെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. സന്തതി പരമ്പരയാ ബ്രാഹ്മണത്വം വഹിച്ച ദേവബ്രാഹ്മണർ പൗരുഷേയരെന്നും യോഗ്യത കൊണ്ട് ബ്രാഹ്മണത്വം സമ്പാദിച്ച ഗോബ്രാഹ്മണർ ആർഷേയരെന്നും പറയപ്പെടുന്നു. ഇവരാകാം പിന്നീട് ആര്യവർഗമായത്. വിശ്വബ്രാഹ്മണർ എന്ന വിശ്വകർമ്മജർ അഥവാ ദേവബ്രാഹ്മണർ എന്ന പൗരുഷേയർ എല്ലാവിധത്തിലും പ്രഥമസ്ഥാനത്തിന് അർഹരും ആചാര്യപ്പട്ടം കൂടി ലഭിച്ചവരുമായിരുന്നു. വിശ്വകർമ്മജർക്ക് ജാതിപ്പേരായിട്ട് തന്നെ ആചാര്യപ്പട്ടം മൂലപുരുഷനായ വിശ്വകർമാവിൽ നിന്ന് തന്നെ വന്നതാകുന്നു എന്നതിന് നിരവധി തെളിവുകൾ ഉണ്ട്. ഏകത ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന വിശ്വബ്രഹ്മ വംശജർ വിശ്വകർമാവിനെയാണ് ആരാധിച്ചിരുന്നത്. വേദങ്ങളും പുരാണങ്ങളും ആധികാരികമായി പഠിച്ച പണ്ഡിതനായിരുന്ന പ്രൊഫസർ മാക്സ് മുള്ളർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു, പുരാണാസ് ഡിക്ലയറിംഗ് ഇൻ ക്ലിയർ ആൻഡ് അൺമിസ്റ്റേക്കബിൾ ടേംസ് ദാറ്റ് there is but only one God who manifests himself as Brahma, Vishnu and Rudra. ബ്രാഹ്മണരായ മനു, മയ, തോഷ്ടശില്പി, വിശ്വജ്ഞ എന്നീ 5 വിഭാഗക്കാർക്ക് യഥാക്രമം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പ്രണവവേദം എന്നിവ വിധിക്കപ്പെട്ടവയാണ്, അഥവാ അവരാൽ വിരചിക്കപ്പെട്ടവയാണ്.